Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Narayanam Namaskritya Naram Chaiva Narottamam Devim Saraswatim Vyasam Tato Jayamudiraye Nashtaprayeshu Bhadreshu Nityam Bhagavata Sevaya Bhagavate Uttama-shloke Bhaktir Bhavati Naishtiki Mukam Karoti Vachalam Pangum Langayade Girim Yat Kripatamaham Vande Shri Gurum Deenatarinam Shri Paramananda Madhavam Shri Chaitanyam Ishwaram. हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधारा श्रीवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മള് ഗർഗഭാഗവതത്തിലെ 4-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അപ്പൊ ലാസ്റ്റിലത്തെ അധ്യായത്തില് നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയാ പറഞ്ഞത്? ഓരോ ദേവന്മാരും ഭഗവാൻ അവതരിക്കുമ്പോഴത്തേക്കും ആരൊക്കെയായിട്ടാണ് അവതരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഈ 4-ാമത്തെ അധ്യായമാണ് നമ്മൾ ലാസ്റ്റില് കുറച്ച് തുടങ്ങി വെച്ചത്. അപ്പൊ അതിനകത്ത് ബ്രഹ്മാവ് പിന്നെയും ബാക്കി ആരൊക്കെയായിട്ടാണ് ജനിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം ബ്രഹ്മാവ് ഒരു ചോദ്യം ചോദിക്കുന്നു. അതായത് ഭഗവാന്റെ ദീനജനങ്ങളുടെയും ബന്ധുവും ജനങ്ങളുടെ ബന്ധുവാണ് അല്ലെ. നമ്മുടെ എല്ലാം ബന്ധു എന്ന് പറയുന്നത് ഭഗവാനാണ്, നമ്മുടെ എല്ലാവരുടെയും വെൽവിഷർ അല്ലെങ്കിൽ എന്താണ് സുഹൃത്ത് എന്ന് പറയുന്നത് ഭഗവാനാണ്. സർവ കാരണങ്ങൾക്കും കാരണഭൂതനായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ്. അങ്ങനത്തെ ഭഗവാന്റെ ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെയുള്ള ഗോപികമാര് ആരൊക്കെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവ് പറയും, ഭഗവാൻ പറയും എന്ത് പറയുന്നേ, അതായത് മുനിമാര് 10 മഹർഷിമാർ ഒരു കണക്കാണ് ഇവിടെ പറയുന്നത്. അതായത് 10 കോടിനെ ഒരു അർബുദം എന്നാണ് പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ വരുമായിരിക്കും. പക്ഷെ ഇതിനകത്ത് മുനിമാര് അല്ലെ മഹർഷിമാര് 10 കോടി ആ ഒരു കണക്കിനെ ഒരു അർബുദം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയത്തില്ലേ എന്താണ് 1000 മീറ്റർ 1 കിലോമീറ്റർ ആണ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ 10 കോടിയെ അവര് ഒരു അർബുദം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ 10 അർബുദമാണ് ഒരു യൂഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രത്തോളം ഗോപികമാര് ശ്രീകൃഷ്ണന്റെ കൂടെ ഉണ്ട്. അതായത് കുറേ ഗോപികമാര് ശ്രീകൃഷ്ണന്റെ കൂടെ ഉണ്ട്. അപ്പൊ ചിലര് എന്താണ് അപ്പൊ ഇവർ ഓരോ ഗോപികമാരുടെ ഓരോ സെറ്റും ഓരോ യൂഥവും ഭഗവാന് വേണ്ടിയിട്ടല്ല, രാധാറാണിക്ക് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് ഓരോ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില എന്താണ് അതായത് ദ്വാരപാലികമാരായിട്ടുള്ള കുറെ ഗോപികമാരുണ്ട്. ചില ഗോപികമാര് ഭഗവാന്റെയും രാധാറാണിയുടെയും ഇടുന്ന ഓരോ ആഭരണങ്ങളൊക്കെ ഇല്ലേ, അത് തയ്യാറാക്കി വെക്കുന്ന ഗോപികമാരുണ്ട്. പിന്നെന്താണ് അങ്ങനെ ചില ഗോപികമാരെന്താണ് ശ്രീകൃഷ്ണനും രാധയും കണ്ടുമുട്ടുന്ന സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഗോപികമാരുണ്ട്.
ചില ഗോപികമാര് ശ്രീകൃഷ്ണനും രാധാറാണിയും എന്താണ് ഒന്നിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഗോപികമാരുണ്ട്. അങ്ങനെ രാധാറാണിയും ശ്രീകൃഷ്ണനെ എപ്പോഴും സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കോടിക്കണക്കിന് ഗോപികമാരുണ്ട്. അപ്പൊ ഈ ഗോപികമാരൊക്കെ എവിടുന്ന് വന്നു, ഇവർക്ക് എങ്ങനെ ഈ ഒരു ഭാഗ്യം കിട്ടി, ഈ ഒരു സൗഭാഗ്യം കിട്ടി എന്നുള്ള കഥയാണ് നമ്മൾ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെ ഒരു സെറ്റ് ഗോപികമാര് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. ആരൊക്കെയായിരുന്നത് നോക്കാം. അതായത് ചില ഗോപികമാർ കുഞ്ചവനം പരിപാലിക്കുന്നു. ഭഗവാന്റെ ഓരോ കുഞ്ചങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പരിപാലിക്കുന്ന ഗോപികമാരുണ്ട്. അപ്പൊ ഇവരെല്ലാം താമസിക്കുന്നത് ആ വ്രജഭൂമിയിലാണ് താമസിക്കുന്നത്. അതുപോലെ യമുന ഗംഗ തീരത്ത് ഒരു യൂഥമുണ്ട്. പിന്നെ എന്താണ് മധുമാധവി, വിരജ, ലളിത, വിശാഖ, മായ, ഇങ്ങനെ പറഞ്ഞ് കുറേ ഗ്രൂപ്പ് ഓഫ് യൂഥം അല്ലെങ്കിൽ കുറെ യൂഥങ്ങളുണ്ട്, കുറെ ഗ്രൂപ്പുകളുണ്ട്. ഈ ഓരോ ഗ്രൂപ്പിലെ മെയിൻ ആയിട്ടുള്ള ഗോപിക ആരാണോ ആ ആളുടെ പേരിലാണ് ആ ഒരു യൂഥം അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ഇവരൊക്കെ എങ്ങനെ ഈ ഗോപികമാരായി മാറി എന്നുള്ളതാണ് ബ്രഹ്മാവിന്റെ ചോദ്യത്തിനാണ് കൃഷ്ണൻ ഇപ്പം ഉത്തരം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോ ഓരോ ഗ്രൂപ്പിലും ചില ഗ്രൂപ്പിൽ 8 ഗോപികമാരെ കാണത്തുള്ളൂ, ചില ഗ്രൂപ്പിൽ 16 പേര് കാണും, ചില ഗ്രൂപ്പിൽ 36 പേര് കാണും. ഓക്കെ. ഇവരെല്ലാം കഴിഞ്ഞ ജന്മത്തില് ശ്രുതികൾ അല്ലെങ്കിൽ വേദങ്ങളായിരുന്നു, അല്ലെങ്കിൽ വലിയ വലിയ മഹർഷിമാരുടെ ഭാര്യമാരായിരുന്നു, അല്ലെങ്കിൽ ജനകപുരി അല്ലെങ്കിൽ കോസല രാജ്യത്തിലുള്ള സ്ത്രീകളാണ്. ചിലരെന്താണ്, ചിലര് ഭഗവാന്റെ നിന്ന് നേരിട്ട് വരം കിട്ടി വന്നവരാണ്. അപ്പൊ ഇവർക്കെല്ലാം ഒരു കഴിഞ്ഞ ജന്മമുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ശ്രുതികളുടെ കഥയായിരുന്നു. അതായത് എന്താണ് ശ്രീഹരി, ശ്വേതദ്വീപില് ഉള്ള ശ്രീഹരിയെ സ്തുതിച്ചുകൊണ്ട് ഈ ശ്രുതികൾ ആരാണ്? വേദങ്ങളാണ്. വേദങ്ങളെ നമ്മൾ ശ്രുതികൾ എന്നും പറയും. എന്നുവെച്ചാൽ ഭഗവാന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ളതാണ് വേദങ്ങൾ. അവരെ ശ്രുതികൾ എന്നും പറയും. അപ്പൊ ഈ ശ്രുതികൾ അവർ വേദങ്ങളാണല്ലോ, അതുകൊണ്ട് ഭഗവാനെ വളരെ നന്നായിട്ട് അവർക്ക് പ്രകീർത്തിക്കാൻ അറിയാം. അങ്ങനെ ഭഗവാനെ പ്രകീർത്തിക്കുകയും ഭഗവാൻ അതിൽ ഭയങ്കരമായിട്ട് സംതൃപ്തനായിട്ട് ഭഗവാൻ ഒരു വരം ചോദിക്കുകയാണ്. ശ്രുതികളുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു വരം എൻ്റെ അടുത്ത് ചോദിക്കൂ, ഞാനത് സാധിച്ചു തരാം. അപ്പൊ ശ്രുതികൾ പറയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയുടെ ഒറിജിനൽ ആയിട്ടുള്ള ആ പരിപൂർണമായിട്ടുള്ള ആ ഗോലോകത്തിൽ എങ്ങനെയാണോ ഭഗവാൻ ഇരിക്കുന്നത് അതുപോലത്തെ ആ രൂപം ഞങ്ങൾക്ക് കാണണം എന്ന് പറയാണ്. അപ്പൊ ശ്രീഹരി പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ആ ഒരു രൂപം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ നിൽക്കുന്ന ആ ഓടക്കുഴലൊക്കെ പിടിച്ച് ആ വൃന്ദാവനത്തിൽ നിൽക്കുന്ന ആ ഒരു രൂപം ഈ ശ്രുതികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കെല്ലാം ഭയങ്കര ആഗ്രഹം, ശ്രീകൃഷ്ണന്റെ ഗോപികമാരായിട്ട് മാറാനായിട്ട് അവർക്ക് ഭയങ്കര വലിയ ആഗ്രഹം തോന്നുകയാണ്. അതായത് എങ്ങനാണോ വൃന്ദാവനത്തിൽ നിൽക്കുന്ന ആ കൃഷ്ണൻ, അവരുടെ ആ കൃഷ്ണന്റെ സഖിമാരായിട്ട് ആ കൃഷ്ണന്റെ കൂടെ നടക്കുന്ന ഗോപികമാരായിട്ട് ജനിക്കാനായിട്ട് അവർക്ക് ആഗ്രഹം. അപ്പൊ ഉടനെ തന്നെ അവര് അടുത്ത കാര്യം പറയാണ്. അതായത് കൃഷ്ണൻ ശ്രീഹരി പറഞ്ഞു നിർത്തുന്നുണ്ട്, ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവര് പറയും, ഞങ്ങൾക്ക് ശ്രീകൃഷ്ണന്റെ ഗോപികയായിട്ട് ജനിക്കണം എന്ന് പറയാണ്. അങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രീഹരി പറയും, ഇത് വലിയ വലിയ മഹർഷിമാർക്ക് പോലും കിട്ടാത്ത ഒരു സൗഭാഗ്യമാണ്, അതുകൊണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് ആ ഒരു വരം തരികയാണ്. അതുകൊണ്ട് അടുത്ത ഭാരതവർഷത്തില് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ ശ്രീകൃഷ്ണൻ ഭൂമിയിൽ ഭഗവാൻ അവതരിക്കും. ആ സമയത്ത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞ് ആ ശ്രുതികൾക്ക് ഭഗവാൻ ആ ഒരു വരം അനുവദിച്ചു കൊടുക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ അപ്പൊ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിന്റെ അടുത്ത് എന്നിട്ട് പറയാണ്, ഇങ്ങനെയാണ് വ്രജത്തിലുള്ള
കുറേ ഗോപികമാര് ഇപ്പൊ ഉള്ളത്. അവരെല്ലാം കഴിഞ്ഞ ജന്മത്തിന്റെ ശ്രുതികളായിരുന്നു. എന്റെ വരം അവർക്ക് കിട്ടിയത് കൊണ്ടാണ് അവരിപ്പം എന്താണ് ഭൂമിയിൽ അല്ലെങ്കിൽ എന്റെ കൂടെ ഗോപികമാരായിട്ട് നിൽക്കുന്നത്. ഇനി എന്താണ്ട് അടുത്ത ഗോപികമാരുടെ കഥ അങ്ങ് കേൾക്കൂ എന്ന് പറഞ്ഞ് കൃഷ്ണൻ അടുത്ത സെറ്റ് ഗോപികമാരുടെ കഥ പറയണം. അപ്പൊ അതെപ്പോഴാ നടന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. അപ്പൊ ത്രേതായുഗത്തില് ശ്രീരാമൻ നമുക്കറിയാം എന്താണ് ദേവന്മാരെ സംരക്ഷിക്കാനും രാവണനെ പോലത്തെ അസുരന്മാരെ നിഗ്രഹിക്കാനും ശ്രീരാമൻ അവതരിച്ചു. ആ സമയത്ത് ശ്രീരാമൻ സീതാദേവിയെ സ്വയംവരത്തിനായിട്ട് ജനകപുരിയിലോട്ട് പോവുകയാണ്. ജനകപുരിയുടെ രാജാവാണ് ജനക മഹാരാജാവ്. ജനക മഹാരാജാവിന്റെ പുത്രിയാണ് സീതാദേവി. അപ്പൊ സീതാദേവിയെ വിവാഹം കഴിക്കാനായിട്ട് ശ്രീരാമൻ ജനകപുരിയിലോട്ട് പോവുകയാണ്. ഓക്കെ. അവിടെ പോയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവിടെ കുറേ സ്ത്രീകളുണ്ട്. ആ കൊട്ടാരത്തിലുള്ള കുറേ സ്ത്രീകള് ശ്രീരാമനെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ടും ശ്രീരാമന്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ സഖിയാകണം എന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹം തോന്നുകയാണ്. പക്ഷെ സീതാദേവിയെ വിവാഹം കഴിക്കാൻ പോയതാണ്. അപ്പോ നമുക്കറിയാം ശ്രീരാമൻ ഏകപത്നി വ്രതം അനുഷ്ഠിക്കുന്ന ആളാണ്. അതുകൊണ്ട് ശ്രീരാമന്റെ ആ അവതാരം വരുമ്പോഴത്തേക്കും ശ്രീരാമൻ ഒരേ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ, അത് സീതാദേവിയാണ്. അപ്പോ ശ്രീരാമനെ കണ്ടപ്പോഴത്തേക്കും അവിടെയുള്ള സ്ത്രീകൾക്കെല്ലാം തന്നെ ഭയങ്കരമായിട്ടും ഭഗവാനെ ഭർത്താവായിട്ട് അല്ലെങ്കിൽ ഭഗവാനെ കിട്ടണം എന്നുള്ള ആഗ്രഹം വന്നു. അപ്പൊ ഉടനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളെല്ലാം ശ്രീരാമന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ശ്രീരാമ, അവിടുന്ന് ഞങ്ങളുടെ പരമപ്രിയതമനാകൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രീരാമൻ പറയാണ്, ഹേ സുന്ദരിമാരെ, എനിക്കത് പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഞാനാണെങ്കിൽ ഈ ജന്മത്തിൽ ഏകപത്നി വ്രതം അനുഷ്ഠിക്കുന്നതാണ്. അതുകൊണ്ട് സീതാദേവി അല്ലാതെ വേറൊരു ഭാര്യ എനിക്ക് വരത്തില്ല. എന്തുവാണെങ്കിലും നിങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. അടുത്ത യുഗമായിട്ടുള്ള ദ്വാപരയുഗത്തിന്റെ അവസാനത്തില് ഞാൻ ശ്രീകൃഷ്ണനായിട്ട് വരും. അപ്പൊ ഞാൻ നിങ്ങളുടെ എല്ലാം ആഗ്രഹം സാധിച്ചു തരാം എന്ന് പറഞ്ഞ് അവർക്കും ആ ഒരു വരം കൊടുക്കുകയാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്രകാരം വരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചുപോയി. ആ സമയത്ത് ആ യാത്ര മധ്യത്തിൽ പോകുന്ന വഴിക്ക് അവിടെ കോസല രാജ്യത്തിലും ഭഗവാൻ അവിടെ ഒരു പരശുരാമനെ ഒന്ന് പരാജയപ്പെടുത്തുന്നുണ്ട്. അവിടെ പരശുരാമനും ശ്രീരാമനും തമ്മിൽ ഒരു ഒരു അടിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പരശുരാമനെ പരാജയപ്പെടുത്തി. ഓക്കെ. അത് നടക്കുന്നത് കോസല രാജ്യത്തിലാണ്. ആ കോസല രാജ്യത്തിന് ഈ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള സ്ത്രീകളെല്ലാം ഭഗവാനെ കാണുകയാണ്. അപ്പൊ ആര് ഭഗവാനെ കണ്ടാലും ഭഗവാനെ കിട്ടണം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഭഗവാനാണല്ലോ. അപ്പൊ നമുക്കാണെങ്കിലും ഭഗവാനെ കാണുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ മനസ്സിൽ ഭഗവാനെ കിട്ടണം എന്നുള്ള ആഗ്രഹം വരാറില്ല. അതുപോലെ ആ കോസല രാജ്യത്തിലുള്ള സ്ത്രീകളെല്ലാം ശ്രീരാമനെ കാണുകയാണ്. ശ്രീരാമന്റെ ആ സൗന്ദര്യം അല്ലെങ്കിൽ ആ കാമദേവനെ പോലുള്ള ആ ഒരു സൗന്ദര്യം കണ്ടപ്പോഴത്തേക്കും ഇവരുടെ മനസ്സിലും ഭഗവാനെ കിട്ടണം എന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ പക്ഷെ അവർക്കൊന്നും പോയി സംസാരിക്കാനോ ഒന്നും തന്നെ പറ്റിയില്ല. ശ്രീരാമന്റെ അടുത്ത് മുമ്പിൽ പോവാനോ സംസാരിക്കാനോ ഒന്നും തന്നെ പറ്റിയില്ല. പക്ഷെ ശ്രീരാമൻ അത് മനസ്സിലായി, ഭഗവാൻ അത് മനസ്സിലായിട്ട് ഭഗവാൻ അവിടെ ആ ഒരു ആഗ്രഹം അവർക്ക് സാധിച്ചു കൊടുക്കുകയാണ്. അതായത് അവരും കൃഷ്ണൻ അവതരിച്ചപ്പോൾ ഗോപികമാരായിട്ട് വരികയാണ്. അപ്പൊ ഇവരെല്ലാം എന്താണ് ചെയ്യുന്നത്? ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും അവരെവിടെ കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ അവരെ എങ്ങനെ അലങ്കരിക്കുന്നു, ഓക്കെ എന്നുള്ള സർവീസുകളാണ് ചെയ്യുന്നത്. ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള കുറെ സർവീസുകളാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം അപ്പൊ എവിടെ ആയിരുന്നു? ആദ്യം ജനകപുരിയിലായിരുന്നു. അത് കഴിഞ്ഞ് കോസല രാജ്യത്തിലെത്തി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ശ്രീരാമൻ പിന്നെ അയോധ്യയിലേക്ക് തിരിച്ചു പോവാണ്. ഓക്കെ. അയോധ്യയിൽ പോയപ്പോഴത്തേക്കും
അപ്പോൾ അവിടുത്തെ സ്ത്രീകളെല്ലാം ശ്രീരാമനെ കാണാൻ ചെന്നു, അയോധ്യയിലുള്ള സ്ത്രീകൾ. അപ്പോൾ കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഭഗവാനോട് ഭയങ്കര മോഹം തോന്നി, ഭഗവാനോട് ഭയങ്കര പ്രേമം തോന്നി. അങ്ങനെ എന്താണ് അയോധ്യയിലുള്ള സ്ത്രീകളെല്ലാം ഭഗവാനെ കിട്ടാനായിട്ട് അവർ വലിയ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. ഓക്കെ, അതിന്റെ ഫലമായിട്ട് അവരൊരു അശരീരി കേൾക്കുകയും അവര് എന്താണ് ഭഗവാൻ അവർക്ക് ആ ഒരു എന്താണ് വരം കൊടുക്കുകയാണ് ഗോപികമാരായിട്ട് ജനിക്കാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ കുറേ സ്ഥലത്തു നിന്നുള്ള ഗോപികമാര് കുറെ സ്ഥലത്തു നിന്നുള്ള സ്ത്രീകളാണ് ശരിക്കും ദ്വാപരയുഗത്തിൽ ഗോപികമാരായിട്ട് ജനിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം വിചാരിച്ചിട്ടില്ലേ ഈ ഗോപികമാരെല്ലാം എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്തത്, അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വനവാസത്തിനായിട്ട് ശ്രീരാമനും സീതാദേവിയും പോകുന്നത്. വനവാസത്തിന് പോയപ്പോഴത്തേക്കും അവിടെ എന്ത് പറ്റി, ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും അവിടെ എന്താണ് ലക്ഷ്മണനോടൊപ്പം ശ്രീരാമൻ വില്ലൊക്കെ ഏന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവിടെ ധാരാളം മഹർഷിമാരെ അവരവിടെ കാണും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്താണ് ഈ ശ്രീരാമനും ലക്ഷ്മണനും കൂടെ നടക്കുമ്പോൾ അവിടെ കുറെ മഹർഷിമാര് ശ്രീകൃഷ്ണനെ, അതായത് ആ കംപ്ലീറ്റ് ഫോമിലുള്ള ആ ശ്രീകൃഷ്ണനെ ഭജിക്കുന്ന കുറേ മഹർഷിമാരെ അവരവിടെ കാണുകയാണ്. ഈ മഹർഷിമാരെല്ലാം ശ്രീരാമനെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി അത് ശ്രീകൃഷ്ണനാണ്, അത് ശ്രീകൃഷ്ണന്റെ വേറൊരു അവതാരമാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് അവര് നേരെ എന്ത് ചെയ്തു, നേരെ പോയി ശ്രീരാമന്റെ അടുത്ത് പറഞ്ഞു, ഹേ ശ്രീരാമ, ഞങ്ങൾക്ക് അപ്പൊ ഇവരെല്ലാം എന്താണ് സീതാദേവിയെ എങ്ങനെയാണ് ശ്രീരാമൻ കെയർ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെയുള്ള മഹർഷിമാരെല്ലാം നോക്കുമ്പോഴത്തേക്കും ശ്രീരാമൻ സീതാദേവിയെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു, സീതാദേവിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവർക്കും ഒരു ആഗ്രഹം, എങ്ങനെയാണോ സീതാദേവിയെ ശ്രീരാമൻ നോക്കുന്നത് അതുപോലെ ഭഗവാനും ഞങ്ങളെ ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ എന്നുള്ള ഒരു മോഹം അവരുടെ മനസ്സിൽ തോന്നുകയാണ്. അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്യാണ്, ഈ മഹർഷിമാരെല്ലാം ചെന്ന് വരം ചോദിക്കാനായിട്ട് ശ്രീരാമന്റെ അടുത്ത് എത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, സീതാദേവിക്ക് അങ്ങയോട് എന്താണോ തോന്നുന്നത്, ആ തോന്നുന്ന രീതിയിലുള്ള സ്നേഹം ഞങ്ങൾക്കും എന്താണ് തോന്നണമേ എന്ന് ഒരു ആഗ്രഹം ചോദിക്കുകയാണ്. മനസ്സിലായോ? അതായത് മഹർഷിമാരെല്ലാം ശ്രീരാമന്റെ അടുത്ത് പോയി പറയാണ്, സീതാദേവിക്ക് എങ്ങനെയാണോ അങ്ങയോട് ഒരു സ്നേഹം തോന്നുന്നത് അതുപോലത്തെ സ്നേഹം ഞങ്ങൾക്കും കൂടെ അങ്ങയോട് ആ ഒരു ഭക്തിയും ആ ഒരു സ്നേഹവും ഞങ്ങൾക്കും കൂടെ തോന്നിക്കണമേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശ്രീരാമൻ പറയാണ്, നിങ്ങളിപ്പം എൻ്റെ അടുത്ത് ലക്ഷ്മണന് ശ്രീരാമനോട് തോന്നുന്ന ആ സ്നേഹം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ തരാം. പക്ഷേ ഈ ഒരു ജന്മത്തില് അല്ലെങ്കിൽ അതായത് ലക്ഷ്മണനോട് ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് ആ ഒരു രീതിയിലുള്ള സ്നേഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അതിപ്പോ തന്നെ അങ്ങേക്ക് സാധിച്ചു തരാം. പക്ഷേ സീതാദേവിയോടുള്ള സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്കും അതെനിക്ക് ഈ ഒരു അവതാരത്തിൽ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ ഏകപത്നി വ്രതം അനുഷ്ഠിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഭാരതവർഷത്തില് ദ്വാപരയുഗത്തിൽ, ഇനി വരാൻ പോകുന്ന ഭാരതവർഷത്തില് ദ്വാപരയുഗത്തിന്റെ അവസാനം ഞാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഗോപികമാരായിട്ട് ജനിക്കുകയും ചെയ്യും. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള സ്നേഹം, ആ ഒരു രീതിയിലുള്ള ഭക്തി ഞാൻ അങ്ങോട്ടും തരും, നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ടും തരാൻ പറ്റും. അങ്ങനെ പറയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു സ്ഥലത്തിൽ നിന്ന് പിന്നെയും ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടെ പഞ്ചവടിയിലോട്ട് പോകും. പഞ്ചവടിയിൽ പോയപ്പോഴത്തേക്കും അവിടെ കുറെ സ്ത്രീകളുണ്ട്, പിന്നെയും സ്ത്രീകൾ. അവര് ഭയങ്കര എന്താണ് ആദിവാസികൾ പോലത്തെ സ്ത്രീകളാണ്. അപ്പൊ ഇവരുടനെ ശ്രീരാമനെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ടും ശ്രീരാമനെ എന്താണ് ഭർത്താവായിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ നേരെ പോയി ശ്രീരാമന്റെ കാലിൽ പോയി വീഴുകയാണ്. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എന്നിട്ട് അവര് ശ്രീരാമനെ കിട്ടത്തില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിൽ അവർ സ്വയം മരിക്കാനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രീരാമൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ശരീരം ഉപേക്ഷിക്കരുത്, അടുത്ത ദ്വാപരയുഗം വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാം.
അങ്ങനെ പഞ്ചവടിയിലുള്ള സ്ത്രീകൾക്കും ഗോപികമാരാവാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അവരുടെ 14 വർഷത്തെ വനവാസം എല്ലാം കഴിഞ്ഞിട്ട് രാവണനെ എല്ലാം നിഗ്രഹിച്ച് പിന്നെ നമുക്കറിയാലോ സീതാദേവിയും രാമനും തമ്മിൽ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ ഉള്ളത്. അതെല്ലാം കഴിഞ്ഞിട്ട് സീതാദേവി പിന്നെയും എന്താണ് വനത്തിലാണ് താമസിക്കുന്നത്. ശ്രീരാമനാണ് പിന്നെ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ അയോധ്യയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഓരോ സീതാദേവി ഇല്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും യജ്ഞത്തില് സീതാദേവിയുടെ പ്രസൻസ് വേണമെങ്കിൽ അവിടെ ഉടനെ സീതാദേവിയുടെ ഒരു യജ്ഞ സീത എന്ന് പറയുന്ന ഒരു സ്വർണത്തില് സീതാദേവിയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കും. ശ്രീരാമനും ഈ യജ്ഞസീത, അതിനെ യജ്ഞസീത എന്നാണ് വിളിക്കുന്നത്. ശ്രീരാമനും ഈ യജ്ഞസീതയും കൂടി ഇരുന്നിട്ടായിരിക്കും ഓരോ വലിയ വലിയ പൂജകളും ഒക്കെ നടക്കുന്നത്. ഹരേ കൃഷ്ണ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ. അങ്ങനെ ഓരോ വർഷവും അല്ലെ ഓരോ തവണയും ഏതെങ്കിലും ഒരു പൂജ നടക്കുമ്പോഴത്തേക്കും സീതാദേവി കൊട്ടാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഈ യജ്ഞസീത ഓരോ തവണയും അവിടെ ഉണ്ടാക്കും. അങ്ങനെ കുറേ യജ്ഞസീതമാര് ആ കൊട്ടാരത്തിലുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം എന്താണ് ഇവർക്കെല്ലാം സാധാരണ ഒരു വിഗ്രഹമല്ല. അവരുടെ ഉള്ളിലെല്ലാം എന്തുണ്ട്? ആ സീതാദേവിയുടെ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ദേവിയുടെ ഒരു പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവർക്കെല്ലാം എല്ലാ രീതിയിലുള്ള ഫീലിങ്സും എല്ലാം തന്നെ ഇവർക്ക് ഉണ്ടാകും. അങ്ങനെ ആ കൊട്ടാരത്തിലുള്ള എല്ലാ യജ്ഞസീതമാരും ഒരു തവണ ഇതുപോലെ ശ്രീരാമനെ സമീപിച്ച് ശ്രീരാമന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഹേ ശ്രീരാമ, ഞങ്ങൾക്കും സീതാദേവിയെ പോലുള്ള ആ സീതാദേവിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ സീതാദേവിയുടെ ആ ഒരു സ്നേഹം ഞങ്ങൾക്കും വേണം എന്ന് പറയാണ്. അങ്ങ് എങ്ങനെയാണോ സീതാദേവിയെ കാണുന്നത് അതുപോലെ ഞങ്ങൾക്കും അതിനാഗ്രഹമുണ്ട് എന്ന് പറയാണ്. അപ്പൊ ശ്രീരാമൻ ഈ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ ജന്മത്തിൽ എനിക്ക് പറ്റത്തില്ല, അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഗോപികമാരായിട്ട് ജനിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിച്ചു തരാം. അങ്ങനെയാണ് പിന്നെയും കുറെ സെറ്റ് ഗോപികമാര് വൃന്ദാവനത്തിൽ വരുന്നത്. ഓക്കെ. അപ്പോ ഇത്രയാണ് 4ാമത്തെ അധ്യായം. ഹരേ കൃഷ്ണ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി, കാഞ്ചന സീത എന്നല്ലേ മാതാജി? കാഞ്ചന എന്തോ സീത, കാഞ്ചന സീത വേറെ പേര് കാണും മാതാജി, പക്ഷെ ഇതിനകത്ത് യജ്ഞസീത എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓരോ യജ്ഞത്തിനും സീതമാരെ ഉണ്ടാക്കുമല്ലോ. വേറെ പേര് കാണും മാതാജി. പ്രിപ്പയർഡ് ആണോ? ഇനി 2 സംഭവം കൂടെ ഉണ്ടില്ല. പ്രഭു ഇത്ര ഞാൻ പ്രിപ്പയർ ചെയ്തോളൂ പ്രഭു. സെറ്റ് ചെയ്തോളൂ. ഓക്കെ. ഇപ്പൊ 2 കീർത്തനം പാടിക്കോളൂ.